ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഒരു സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു കണക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് 12 എന്ന് പറയുന്നൊരു സംഖ്യ എടുക്കാം. ഈ 12ന് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 12നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. 2, 6, 2, 12, 2, 3. അപ്പോൾ 2 2 ഉണ്ട്. അപ്പോൾ 2 2 1 2 ഇൻറ്റു 3 1 3 1. അപ്പോൾ ഈ 2ൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 2ആണ്. അപ്പോൾ 2 + 1 ഇൻറ്റു 3ൻ്റെ പവർ എന്ന് പറയുന്നത് 1ആണ്. അതിനോട് 1 കൂട്ടി. അപ്പോൾ 2 1 3 ഇൻറ്റു 3 1 2 സമത്തെട്ടും 6. അപ്പം ഈ 12 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് മൊത്തം 6 ഘടകങ്ങൾ, അത് 6 ഫാക്ടർ ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 × 12 = 12. അടുത്തത് 2 × 6 12. അടുത്തത് 3 × 4 2 4 12. അങ്ങനെ വരുമ്പം ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 2 3 4 6 12. 1 2 3 4 5 6. അപ്പോൾ മൊത്തം എത്ര ഘടകങ്ങളായി? 6 ഘടകങ്ങളായി. അടുത്ത കണക്ക് നമുക്ക് മറ്റൊന്ന് നോക്കാം. 28 എന്ന് പറയുന്ന സംഖ്യ എടുക്കാം. 28 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ ഇതേപോലെ ഫാക്ടറൈസ് ചെയ്യുക. 28 2 കൊണ്ട് 1 2 2 4 2 8 വീണ്ടും 2 കൊണ്ട് 7 2 14. അപ്പോൾ നമുക്ക് 1 2 2 എത്ര ഉണ്ട്? 2 എണ്ണം. 7 എത്ര ഉണ്ട്? 1. അപ്പോൾ 2ൻ്റെ പവർ 2ആണ്. 2നോട് നമ്മൾ 1 ആഡ് ചെയ്യുന്നു. ഇൻറ്റു 7ൻ്റെ പവർ 1ആണ്. 1നോട് നമ്മൾ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ 2 1 3 3 1 2. അപ്പോൾ സമത്തെട്ട് 6. അവിടെ നമുക്ക് 6 ഫാക്ടറാണ് കിട്ടുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 × 28. അപ്പം അടുത്തത് 2 × 14. അപ്പോൾ 1 × 28 28 തന്നെയാണ് കിട്ടുന്നത്. 2 × 14 28 തന്നെയാണ് കിട്ടുന്നത്. അടുത്ത നമുക്ക് നോക്കാം. 7 ആയപ്പം 2 × 2 7 4 28. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ഇവിടെ 1 2 4 7 14 28. 1 2 3 4 5 6. അപ്പോൾ അതിന് എത്ര ഘടകങ്ങളുണ്ട്? 6 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊതുവായ രൂപം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. പവർ, ഒരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്കിപ്പം A⁻m എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് B⁻n ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ പവർ എന്ന് പറയുന്നത് C⁻p ആയിരിക്കും. ഇൻറ്റു എക്സെട്ര. അങ്ങനെ വരുമ്പോൾ പവറിനോട് നമ്മൾ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. ഇൻറ്റു അടുത്തതിൻ്റെ പവർ എത്രയാണ്? n ആണ്. അപ്പോൾ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. ഇൻറ്റു അടുത്തതിൻ്റെ പവർ എത്രയാണ്? p ആണ്. അതിനോട് നമ്മൾ 1 ആഡ് ചെയ്യുന്നു. ഇൻറ്റു ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്നതായിരിക്കുന്നത് ആ സംഖ്യയ്ക്കുള്ള ആകെ ഘടകങ്ങളുടെ എണ്ണം. അപ്പോൾ ആകെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അറിയാം. എണ്ണം കണ്ടുപിടിച്ചാൽ ആ ഘടകങ്ങളെല്ലാം നമുക്ക് എഴുതാനും അറിയാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.